ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവ് വലിയ കാര്യം നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്, യാതൊരു സംശയമില്ല. കാരണം ഇതുപോലെ 300 ക്ലാസ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ 300 ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ സുവിശേഷത്തിലെ 5-ാം അധ്യായം കഴിഞ്ഞിട്ടുള്ളൂ, മത്തായിയുടെ. അപ്പോൾ ഇത് വലിയ എന്തോ കാര്യമാണ്. ഇനി നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് പേർക്ക് വളരെ വലിയ അനുഭവങ്ങളാണെന്ന് പറഞ്ഞു. പലരും ഇന്നലെ തന്നെ അത് പരിശ്രമിച്ചു, വളരെ തീഷ്ണതയോടെ പരിശ്രമിച്ചു. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇത് ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടാകും, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഓർക്കണം. ഏത് ഉദാഹരണം ഞാൻ പറഞ്ഞു, നീന്തൽ പഠിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നീന്തൽ പഠിക്കില്ല, വെള്ളത്തിൽ ചാടണം. അപ്പം എന്ന പോലെ തന്നെ, എന്നാൽ ഇതൊരു ആത്മീയ രഹസ്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നുമില്ലാണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വരും. ഇപ്പോൾ പലരും ഞാൻ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ 1-2 പേരുടെ അവസ്ഥ 2-3 മണിക്കൂർ ഇരുന്നു, എന്നിട്ടും ഈ പറഞ്ഞ മാതിരി സ്വരമൊന്നും കേൾക്കാൻ പറ്റില്ല. ചിലർക്ക് പറഞ്ഞു ഒരു അനുഭവം കാര്യമായിട്ടുണ്ടായില്ല. ഇതെല്ലാം ഓർത്ത് വിഷമിക്കരുത്. ഇതൊക്കെ ഒരു പ്രാരംഭം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും നിരാശപ്പെടാതെ വീണ്ടും പരിശ്രമിക്കണം. അതാണ് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ 1-2 കാര്യം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടത് തന്നെ. ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമത് ഞാൻ റീഡിഫൈൻ ചെയ്യാണ്. അതായത് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, കഥ അടച്ചിരിക്കണം. അതായത് നമ്മൾ ശാരീരിക ഇന്ദ്രിയങ്ങളെ തടയണം. നമ്മുടെ പിതാവിനോട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആന്തരിക ചൈതന്യത്തിൽ സംസാരിക്കണം. അപ്പൊ ഇവിടെയാണ് ഇനി നമ്മൾ ഈ ആന്തരികം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആന്തരികം എന്ന് പറഞ്ഞാൽ ഇത് മരിച്ചവരുടെ പാട്ടുകുർബാനയിലത്തെ പാട്ടാണ്. അഗാധത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു എന്നുള്ള ആ മരിച്ചവരുടെ പാട്ടുകുർബാനയ്ക്കോ അല്ലെങ്കിൽ വലിയ ഓഫീസിലൊക്കെ നമ്മൾ പാടുന്ന ഇതാണ്. അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എൻ്റെ ശബ്ദം കേൾക്കണമേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, നമ്മുടെ ആരാധനാക്രമത്തിലെ ഏറ്റവും വിസ്മയനീയമായ കാര്യങ്ങളൊക്കെ മരിച്ചവരുടെ ശുശ്രൂഷയ്ക്കാണ്. അപ്പൊ ഇവിടെ പറയാണ്, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. അപ്പോ 130-ാം സങ്കീർത്തനമാണ്, കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. അപ്പൊ ഈ അഗാധം എന്ന് പറയുന്നത് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ആന്തരിക ചൈതന്യത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ, ഹിന്ദിയിലാണ് ഇതിന്റെ നല്ലൊരു വാക്ക്. ഹിന്ദിയില് പാവന ആത്മാ അന്തര്യാമി. കണ്ടോ, എനിക്ക് വളരെയധികം സഹായങ്ങൾ കിട്ടിയത് ഹിന്ദിയിലാണ് കേട്ടോ. അതിപ്പോ ഞാനത് പറയാണ്. കാരണം എൻ്റെ ആത്മീയതയുടെ വളർച്ചയുടെ പ്രാരംഭ കാലഘട്ടം മുഴുവനും ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അന്ന് എന്നെ വളരെ സ്പർശിച്ച ഒരു ഗാനമാണ് പാവന ആത്മാ അന്തര്യാമി. കണ്ടോ, അന്തര്യാമി ബർസാദോ അപ്പനിക്ക്. എനിക്ക് വളരെ സ്പർശിച്ചൊരു വാക്കാണ് അന്തര്യാമി. നമ്മുടെ ആത്മാവേ പരിശുദ്ധാത്മാവി എന്നുള്ള ഗാനം, ആത്മാവി പരിശുദ്ധാത്മാവി എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ. ഇപ്പൊ എനിക്ക് ഒരു ആശയം വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. കേട്ടോട്ടോ, ഇപ്പൊ ഞാനിത് പാടുമ്പോൾ പറയാണ്, വാസ്തവത്തിൽ 30 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഗാനമല്ലാതെ പരിശുദ്ധാത്മാവിന്റെ വേറൊരു ഗാനവും എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പലരും ചോദിക്കും, ബ്രദർ എന്താ ഈ പാട്ട് മാത്രം പാടുന്നേ? ഈ പാട്ട് മാത്രമാണ് എനിക്ക് തുടക്കം മുതലേ പരിശുദ്ധാത്മാവ് തന്നത്. മാത്രമല്ല, അന്ന് ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, ഇതൊന്നും എനിക്ക് പാടാൻ പറ്റുന്നേ ഇല്ല. എഴുന്നള്ളി വരണമേ എന്ന് പോലും പാടാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളി ഇരിക്കുകയാണ് ഒരാള്. പിന്നെ എവിടെ എഴുന്നള്ളി വരേണ്ടത്? എവിടെയാണ് എഴുന്നള്ളി ഇരിക്കുന്ന ആള്? അന്തര്യാമി. അപ്പോ ഈ ഗാനം എഴുതിയ കാലഘട്ടത്തിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേറൊരു ഗാനമില്ല. അതുകൊണ്ടാണ് അന്ന് എഴുതിയത്. അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അതിങ്ങനെയാ,
ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ. ഇത് നിങ്ങൾ ശരിക്ക് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കൂ. ഇതൊരു പ്രാർത്ഥനയാണ്. ചുമ്മാ നമ്മൾ പാടിയാൽ പോരാ, അത് പ്രാർത്ഥിക്കണം. നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ അരുവിയായി. ഇതൊക്കെ അകത്തുനിന്നാണ് പറയുന്നത്, മോളിൽ നിന്നല്ല. നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. കണ്ടോ, നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫൗണ്ടൻ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ. എന്നിൽ സ്നേഹാഗ്നി ജ്വാല എൻ്റെ ഉള്ളിൽ നിന്നാണത് വരണത്. എന്നിൽ കത്തി പടരണമേ. ഇപ്പോ ഇതിന് ഹിന്ദിയിലെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഇപ്പോൾ എനിക്കൊന്നും കൂടി പറയാൻ വളരെ ആവശ്യമുണ്ട് ഇത് പറയാൻ. അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഹിന്ദിയിലേക്ക് ചെയ്തിട്ട് ശരിയാവണില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഉത്തരേന്ത്യയിൽ വെച്ച് ഞങ്ങൾ ട്രാൻസ്ലേഷനൊക്കെ അവിടുത്തെ അച്ഛന്മാരും പലരും അവിടുത്തെ ഒക്കെ ഇട്ടിട്ട് ഇതിനെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വേർഡ് കിട്ടുന്നില്ല. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഒരു പ്രവചനം. ആ പ്രവചനം ഇങ്ങനെയാണ്: പ്രജ്വലിത് കർ മേരെ ഹൃദയ മേ തേരി പ്രേമ കി അഗ്നി ജ്വാല. പ്രജ്വലിത് കർ മേരെ ഹൃദയ മേ തേരി പ്രേമ കി. എനിക്കറിഞ്ഞോളൂ ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയണേന്ന്. ശരിക്കും തോന്നി ഇതൊരു പ്രവചനമാണ്. പ്രജ്വലിത് കർ മേരെ ഹൃദയ മേ തേരി പ്രേമ കി അഗ്നി ജ്വാല. ഒട്ടനെ ഞാൻ അങ്ങ് എഴുതി വെച്ചോളാം. ഹിന്ദിയിലൊന്നും എഴുതാൻ പറ്റില്ല, മലയാളത്തിൽ തന്നെ അത് എഴുതി വെച്ചു. പിന്നെ രാവിലെ അതിൽ രണ്ടാമത് വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനത്തിന്റെ ട്രാൻസ്ലേഷനാണത്. പ്രജ്വലിത് കർ മേരെ ഹൃദയ മേ തേരി പ്രേമ കി അഗ്നി ജ്വാല. ഓ ആത്മാ പവനാത്മാ അന്തര്യാമി. കണ്ടോ, പരമാത്മാ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഈ ഗാനത്തെ, കാരണം ഇതെല്ലാം ഇപ്പൊ അഗാധത്തിൽ നിന്നു ഞാൻ. എന്താ നമ്മുടെ അഗാധത്തിൽ? നമ്മുടെ ആത്മാവിന്റെ അഗാധത്തിൽ എന്താ? നമ്മുടെ ആത്മാവിന്റെ അഗാധത്തിൽ പരിശുദ്ധാത്മാവാണ്. അപ്പൊ അവിടെ നമ്മൾ വിളിക്കണോ, നമ്മൾ പ്രാർത്ഥിക്കണോ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവാണ്, ദൈവം തന്നെയാണ് എല്ലാ പ്രാർത്ഥനകളുടെയും ആരംഭം. അപ്പോ അതാണ് സങ്കീർത്തനം 42 അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. കണ്ടോ, ഈ ആഴത്തെ വിളിക്കുന്നു എന്നുള്ള പോയിന്റ്. അപ്പൊ എനിക്ക് കോണ്ടംപ്ലേഷൻ ഉണ്ടായി ഇതിൻ്റെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ എനിക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞായിരുന്നു കേട്ടോ. ഈ ആഴത്തെ വിളിക്കണമെന്നുള്ളത് വലിയ ഒരു സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അതെനിക്ക് അന്ന് മനസ്സിലായായിരുന്നു. അതായത് എൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്പർ 1 പോയിന്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു കഴിവല്ല, നമ്മൾ ആരുടെയും ഒരു കഴിവ് കൊണ്ടല്ല നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന തന്നെ ആഴത്തെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഇത് വലിയൊരു ഫിലോസഫി അല്ലെങ്കിൽ തിയോളജി അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയാണ്. ഈ ഒറ്റ വാക്ക് ആഴത്തെ വിളിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ആഴം ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെ നമ്മുടെ അന്തരാത്മാവിൻ്റെ അഗാധതയിൽ വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഒരു വെള്ളച്ചാട്ടം പോലെ നമ്മുടെ ആത്മാവിൻ്റെ അന്തരംഗത്തിൽ വന്നിട്ട് നമ്മളെ ആത്മാവിനെ അങ്ങ് ഉയർത്തുന്നു, നമ്മുടെ ആത്മാവിനെ ആഴത്തിലേക്ക് എടുക്കുന്നു. അതാണ് ആഴത്തെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശരിയാവും. ഇപ്പം ഇത് വെച്ച് നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു വിഷയമേ വിടണം. നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അഗാധത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിന്റെ അഗാധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. അഗാധത്തിൽ നിന്നു നിന്നെ വിളിക്കുന്നു ഞാൻ, ദൈവമേ എൻ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോൾ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്. നമ്മൾ ഇനിയും പരിശുദ്ധാത്മാവേ പറന്നു വരണേ, പുറത്തുനിന്ന് വരുന്ന എന്തോ ഒരു ശക്തിയാണ് എന്നുള്ളത്
കൂദാശകളിൽ ഉണ്ട്. എന്നാൽ ആ കൂദാശകൾ നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ആഴമാഴത്തെ വിളിക്കുന്നു എന്നത് 42-ാം സങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കണം. എന്താ 42? ദാഹിക്കുന്ന മാൻപേടയെ പോലെ. ദാഹിക്കുന്ന മാൻപേട കുതിച്ചോടുകയാണ് വെള്ളത്തിനായിട്ട് എന്ന പോലെ എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രധാനമായ ഒരു സങ്കീർത്തനമാണ്. ഇതും ആദ്യകാലങ്ങളിൽ ഹിന്ദിയിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. പ്യാസാ ഹിരൺ ജൈസേ ढूंढे है जल को वैसे प्रभु मैं तुझे खोज रहा. പ്യാസാ ഹിരൺ ജൈസേ എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്ന മാൻപേടയെ പോലെ. പ്യാസാ ഹിരൺ ജൈസേ ढूंढे है जल को वैसे प्रभु मैं तुझे खोज रहा. അപ്പൊ എൻ്റെ ആത്മാവ് ഈ ദാഹിക്കുന്ന മാൻപേടയെ പോലെ ഒരു ദാഹം. അതൊന്നും എക്സ്റ്റേണൽ അല്ല, ഇതൊന്നും ഒരു ബാഹ്യമായ ഒരു കാര്യമല്ലേ അല്ല. അതാണ് അപ്പൊ നമ്മുടെ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം. കേട്ടോ, എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണത്. അങ്ങനത്തെ ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ നമ്മൾ വിജയിക്കും. നിങ്ങൾ ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവര്, പരിശ്രമിച്ചിട്ട് സാധിക്കാതിരിക്കുന്നവരെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഈ ഡീപ് കോൾ ദ ഡീപ്, ആഴമാഴത്തെ വിളിക്കുന്നു എന്ന പോയിന്റ് ചിന്തിക്കുക. ഈശോ തന്നെ പറഞ്ഞതിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുന്നത്, ഇതൊക്കെ ഈശോ തന്നെ പാടിയിരിക്കുന്നതും ഇതിന്റെ ബേസിസിലാണ് ഈശോയുടെ സുവിശേഷമെല്ലാം. അപ്പോൾ ഈശോ പറഞ്ഞ ഈ വചനത്തിനെ നമ്മൾ കൂടുതൽ ആഴമായി മനസ്സിലാക്കണം. ഇവിടെയാണ് പല പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പൊ ഈ ദാഹത്തെക്കുറിച്ചാണ്. കണ്ടോ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ, ദാഹിക്കുന്ന മാൻപേടയെ പോലെ. ദാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് പുറത്ത് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ധ്യാന ഹാളിൽ നിന്ന് ഒരാൾ ഓടിപ്പോയി അതിനകത്തുനിന്ന് കുളുകുളു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പോഴേക്കും വേറൊരാൾ വന്നു, അദ്ദേഹം 1 ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇയാൾ പറയും, കുടിച്ചോ, ഇഷ്ടം പോലെ ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, കുടിച്ചോ. പക്ഷെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടോട്ട് കുടിക്കാൻ പറ്റുമോ? അപ്പൊ അവര് പറഞ്ഞില്ല, മതി, ദാഹമില്ല. ഇപ്പൊ മനസ്സിലായ ആ ഒരു സെന്റിമെന്റ് ഒന്ന് മനസ്സിലാക്കി. ദാഹം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ ദാഹമാണ് ഇതിന്റെ ഒരു പോയിന്റ്. 3 ഗ്ലാസ് കുടിച്ചവന് ഭയങ്കര ദാഹം. എന്നാൽ വേറൊരുത്തം വന്ന് 1 ഗ്ലാസ്സേ കുടിച്ചോളൂ, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റണില്ല. ഇതൊരു പോയിന്റാണ്, ഇത് നല്ലൊരു പോയിന്റാണ്. അതാണ് ഈശോ പറഞ്ഞു 7:37, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിട്ട് തുറന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ്. ഇത് യോഹന്നാൻ ശ്ലീഹ, വിശുദ്ധ യോഹന്നാൻ അവിടെ ഒരു കമന്ററി പോലെ എഴുതിയിരിക്കുകയാണ്. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിനെ അതുവരയ്ക്കും നൽകപ്പെട്ടിരുന്നില്ല. കണ്ടോ, കാരണം ഈശോ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ലായിരുന്നു. അപ്പം ഈ യോഹന്നാൻ 7:37, 38, 39 പറയുന്നതിനെ മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കണേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ, ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പിന്നെ എന്താ എഴുതിയിരിക്കണേ? ഇത് ഹിന്ദിയിലാണ്. जो मुझ में विश्वास करता है उसका हृदय का अंदर स्थल से संजीवन जल की नदियां बह निकलेगी എന്നുള്ളതാണ്. जो मुझ में विश्वास करता है उसका हृदय का अंदर स्थल से, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, കണ്ടോ, ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി എന്നുള്ളതിന് പകരം ഉറവ എന്നുള്ളതാണ് കറക്റ്റ്. ഉറവ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ ഉറവ തന്നെ നമ്മിലേക്ക് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ആ ഉറവ തന്നെ നമ്മളിലേക്ക് വരുന്നു, ആ ഉറവ. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്, whoever believes in me, as the scripture says, rivers of living water will flow from within him. കണ്ടോ, ഇവിടെ ഏറ്റവും പ്രധാന കാര്യം ഫ്രം വിത്തിൻ ഹിം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയോ പുറത്തു നിന്ന് ആത്മാവ് ഇങ്ങനെ പറന്നിറങ്ങുന്നതായിട്ടോ, അങ്ങനെ ഒരു കാര്യം ഇവിടെ എവിടെയും എഴുതിയിട്ടില്ല. എന്നാൽ കൂദാശകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. കൂദാശ
പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ കൂദാശയിൽ തന്നെ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു, നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. അപ്പോ എനിക്ക് തോന്നുന്നത്, ഒന്ന് ആഴത്തെ വിളിക്കുക എന്നുള്ള പോയിന്റ്, 2 ദാഹം എന്നുള്ള പോയിന്റ്, 3 വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ. അപ്പൊ ഈ മലയാളത്തിലെ ട്രാൻസ്ലേഷന്റെ നമ്മൾ കുറ്റം പറയാല്ല, ഒരു ട്രാൻസ്ലേഷനും പെർഫെക്റ്റ് അല്ല എന്ന് പണ്ടേ നമ്മളെല്ലാ സ്ഥലത്തും പറയുന്നതാണ്. ട്രാൻസ്ലേഷൻ ഈസ്, അതുകൊണ്ട് ഇപ്പൊ എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഞാൻ ഈ 3 ഭാഷയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇനി മറ്റുള്ളവര് ഗ്രീക്ക്, ലാറ്റിൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഇതിലും കഴിവുണ്ടാകേണ്ടതാണ്. ഇതൊക്കെ ഗ്രീക്കിൽ പഠിക്കാൻ സാധിക്കായിരുന്നെങ്കിൽ, ഹീബ്രുവിൽ പഠിക്കാൻ സാധിക്കായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായനെ. ഇതൊക്കെ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഓ ആത്മാ, ഞാൻ ആ പാട്ട് പറയട്ടെ ഹിന്ദിയിൽ, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഹിന്ദിയിൽ. ഓ ആത്മാ പവനാത്മാ അന്തര്യാമി പരമാത്മാ, ഓ ആത്മാ പവനാത്മാ अंतर्यामी परमात्मा, जीवन जल के स्रोत मुझ में बहा दो, जीवन जल के स्रोत मुझ में बहा दो, प्रज्वलित कर मेरे हृदय में तेरी प्रेम की अग्नि ജ്വാല. അപ്പൊ ഇത് വാസ്തവത്തില് മലയാളത്തെക്കാൾ കൂടുതൽ എനിക്ക് അനുഭവപൂർണമായത് ഈ ഹിന്ദിയിൽ പാടിയപ്പോഴാണ്. ഏത് വാക്കുകൊണ്ട്? അന്തർയാമി എന്നുള്ള ആ വാക്ക്. അപ്പം അതിന്റെ ഉത്ഭവം നമ്മളിവിടെ അഗാധത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു. അഗാധം അന്തർയാമിയാണ്, നമ്മുടെ ആത്മാവിന്റെ അഗാധത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഉറവയുണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ കണ്ണടച്ച് ഞാൻ അകത്തേക്ക് നോക്കിയിരുന്നിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ അഗാധത്തിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഗാധത്തിൽ ഒരു ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്നൊഴുകുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാവ്. അത് എല്ലാ വിശ്വാസിയിലും ജ്ഞാനസ്നാനം മുതൽ അതുണ്ട്. അതാണ് ഇവിടെ ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ. അരുവി എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു തോട് മാതിരിയാ. ആ അർത്ഥത്തെക്കാൾ വലിയ വ്യാപ്തിയുള്ള ഒരു പദമാണ് അവിടെ വേണ്ടത്. ജീവജലത്തിന്റെ ഉറവകൾ ഒഴുകും. ഉറവ ഒരിക്കലും പറ്റാത്ത. ഡൊമിനം പിഫിക്കാൻഡത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, ഇറ്റ്സ് ഇൻഎക്സോസ്റ്റബിൾ, അൺഫാതമബിൾ, ഇൻഎക്സോസ്റ്റബിൾ ലിവിങ് വാട്ടർ, സോഴ്സ് ഓഫ് ദ ലിവിങ് വാട്ടർ, സോഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയെല്ലാം പറഞ്ഞത് ഇതൊരു റിപ്പീറ്റേഷൻ ആണ് എന്ന് വിചാരിച്ചാലും നമ്മൾ ഇതിനെ ജയിക്കണം. നമ്മൾ ഈ ഒരു പോയിന്റ് കടന്നു കഴിഞ്ഞാൽ ഒരു നിധി കണ്ടെത്തുന്ന ഒരു ആനന്ദമാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം. അതാണ് കണ്ടെത്തുന്നവൻ ഒരു വയലിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ ഉടനെ അതിട്ട് മൂടിയിട്ട് ആ വയൽ മുഴുവനും കച്ചവടമാക്കുകയാണ്. അവനുള്ളതെല്ലാം വിറ്റ് ആ വയൽ കച്ചവടമാക്കണു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇതിലും വലിയ വേറെ ഒന്നില്ല. അത് കണ്ടെത്തിയ ഒരു ഇപ്പൊ ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഐസക് ന്യൂട്ടൻ അവിടെ ഇരുന്ന് ആപ്പിൾ മരത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ തലയിൽ വീണു. നമ്മളാണെങ്കിൽ വലിച്ചെറിച്ച് കളയും. പക്ഷെ അയാൾ ചിന്തിച്ചു, അതെന്തുകൊണ്ടാണ് എന്റെ തലയിൽ വന്ന് വീണത്, അത് മുകളിലോട്ട് വീഴാഞ്ഞ എന്താ? കണ്ടോ, അങ്ങനെ അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ മനസ്സിലായി ഒരു കണ്ടെത്തൽ. എന്താ കണ്ടെത്തിയേ? ഇത് വീണത് ഈ ഭൂമിക്ക് മുഴുവൻ ഒരു ആകർഷണ ശക്തി ഉള്ളത് കൊണ്ടാണ്. കണ്ടോ, ഈ ആകർഷണ ശക്തി ഐസക് ന്യൂട്ടൻ ഉണ്ടാക്കിയതാണോ? ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതലുള്ളതാണ്. എന്നിട്ട് ഈ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമേ ഇത് കണ്ടെത്തിയുള്ളൂ. അത് ആലോചിച്ച് നോക്കിയേ. ആ കണ്ടെത്തലിന്റെ സന്തോഷവും അതിലൂടെ പ്രപഞ്ചം മുഴുവനിലും ലോകം മുഴുവനിലും ഉണ്ടായ അഭിവൃദ്ധി നോക്കൂ. എന്ന പോലെ ആർക്കിമെഡീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആർക്കിമെഡീസിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഇയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം അറിയാൻ വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വെള്ളത്തിലെ ബാത്ടബിൽ കുളിക്കുന്ന സമയത്ത് ഇയാൾ ആ വെള്ളത്തിലൊക്കെ മുങ്ങിയപ്പോ കുറെ വെള്ളം പുറത്തുപോയി. ഉടനെ അതിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായി ഒരു കണ്ടെത്തൽ.
ആ കണ്ടെത്തലിന്റെ എക്സൈറ്റ്മെന്റിൽ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ കണ്ടെത്തലിന്റെ എക്സൈറ്റ്മെന്റിൽ ഗ്രീക്കിലെ ആ തെരുവുകളിൽ ഇയാൾ നഗ്നനായിട്ട് ഓടി. സ്നേഹമുള്ളവരെ, അതാണ് ഈശോ പറയണത്. കണ്ടെത്താൻ, അന്വേഷിപ്പിൻ, കണ്ടെത്തും, അന്വേഷിക്കുവിൻ. അങ്ങനെ കുറെ അന്വേഷിച്ച് അങ്ങ് കണ്ടെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ എക്സൈറ്റ്മെന്റ് ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ എക്സൈറ്റ്മെന്റിലുള്ള സുവിശേഷ പ്രഘോഷമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഈ ദൈവരാജ്യത്തിന്റെ ഈ ആന്തരികമായ ഈ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് തടുത്തു നിൽക്കാൻ പറ്റാത്ത, നമ്മളെ ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു പ്രവാഹം നമ്മളിൽ നിന്ന് ഒഴുകും. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഈ വിശുദ്ധന്മാരും, അതാണ് ഈ പൗലോസ്ലീഹായും, അതാണ് ഈ ഫ്രാൻസിസ് അസീസിയും, അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും, അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാം പറയണത്. നമ്മളിപ്പോ നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.